വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് വാഗമണിലേക്കാണ് കേട്ടോ. വാഗമണിലേക്ക് കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മുടെ കോളേജിലെ എല്ലാ ടീച്ചേഴ്സും, കൊമേഴ്സിലെ എല്ലാ ടീച്ചേഴ്സും കൂടി ഒരുമിച്ച് വാഗമണിൽ പോകുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു പ്രത്യേക മൂഡുണ്ട് കേട്ടോ. നമ്മൾ ആകെ സ്ട്രെസ്സ് കൂടുതലായിട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള ട്രിപ്പുകൾ, ചെറിയ ചെറിയ വൺ ഡേ ട്രിപ്പുകൾ നമ്മുടെ മനസ്സിന് കുറേ സന്തോഷം തരും കേട്ടോ. നമ്മൾ പോണ വഴിയിൽ വാഴ, റബ്ബർ, അതേപോലെ തന്നെ കപ്പ, പൈനാപ്പിൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ആദ്യം ഭരണങ്ങാനം പള്ളിയിലേക്കാണ് പോയത്. നമ്മൾ വാഗമണിൽ പോണ വഴിയാണ്, അവിടെ കയറി പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ. ഞങ്ങൾ അതിരാവിലെ 5:30 പുറപ്പെടാനായിട്ട് റെഡിയായി. പക്ഷേ 6 മണിയായി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ട്രിപ്പ്. ഒരു 7:30 കൂടിയിട്ട് നമ്മൾ ഈ ഭരണങ്ങാനം പള്ളിയിലേക്ക് വന്നു. അവിടെ കയറി പ്രാർത്ഥിച്ചു, കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു, അവിടെ നിന്ന് പോയിട്ടാ. ഈ പള്ളിയുടെ അറ്റ്മോസ്ഫിയർ ഭയങ്കര ഒരു മനസ്സിന് ശാന്തത നൽകുന്നതാണ് കേട്ടോ. എപ്പോഴും ഇവിടെ വന്നു കഴിഞ്ഞ് ഭയങ്കര സന്തോഷം കിട്ടാറുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ചെമ്പകത്തിൻ്റെ മരമുണ്ട്. അപ്പോൾ അതിൻ്റെ മണം ഒക്കെ നല്ലൊരു ശാന്തമായ അറ്റ്മോസ്ഫിയറാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ച് നേരം നിന്നുള്ളൂ, ഒരു അരമണിക്കൂർ കഷ്ടി 3/4 മണിക്കൂർ നിന്നിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോയിട്ടാ. പിന്നെ ഞങ്ങൾ പോയത് പാന്തർ വ്യൂ പോയിന്റിലേക്കാണ് കേട്ടോ. നല്ല സൂപ്പർ വ്യൂ ആണ്, ഭയങ്കര കാറ്റും. വ്യൂ ഇതേപോലെ നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും കാണാറുണ്ട്, എങ്കിലും ഭയങ്കര കാറ്റ്. ഇത് നമ്മൾ സാധാരണ ഈ പാന്തർ പോയിന്റിലേക്ക് നേരത്തെ വന്നിട്ടുണ്ടെങ്കിലും നമ്മളിങ്ങോട്ട് ഇറങ്ങി ആ വഴിക്കൂടെ ഇറങ്ങി അങ്ങോട്ട് പോകാറില്ല. ജസ്റ്റ് അവിടെ നിന്ന് ആ വ്യൂ കണ്ടിട്ട് പോവുകയാണ് പതിവ്. ഈ പ്രാവശ്യം ആദ്യമായിട്ടാണ് കേട്ടോ ഈ വ്യൂ പോയിൻ്റ് താഴത്തോട്ട് ഇങ്ങനെ റോഡുണ്ട്, ചെറിയൊരു റോഡുണ്ട്. അതിലെ അങ്ങോട്ട് കുറച്ചധികം ദൂരം ഞങ്ങൾ നടന്നിട്ടോ. ഫുള്ളായില്ല, എങ്കിലും അങ്ങോട്ട് ഇറങ്ങി കുറേ അങ്ങ് ദൂരം നമുക്ക് പോകാം. പക്ഷേ ആ പോണ വഴിയൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ. നല്ല കാറ്റെന്ന് പറഞ്ഞാൽ നല്ല കാറ്റാണ്. ഇവിടെ ഞങ്ങൾ കുറേ അധികം നേരം എൻജോയ് ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് മുകളിലോട്ട് കയറുകയാണ്. ഇവിടെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളെ കൂടാതെ ഒരു സെറ്റ് ഇതേപോലെ ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് പേരേ ഉള്ളൂ, 10-15 പേരേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയത്. ഈ പാന്തറിൻ്റെ ഒരു സ്റ്റാച്ചു ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇതിന് പാന്തർ വ്യൂ പോയിൻ്റ് എന്ന് പറയണത്. നെക്സ്റ്റ് ഞങ്ങൾ പോയത് കുരിശുമലയിലേക്കാണ് കേട്ടോ. കുരിശുമലയുടെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ. നല്ല ഭംഗിയുള്ള അറ്റ്മോസ്ഫിയറാണ്. കുരിശുമലയിലേക്ക് ഞാൻ കയറിയില്ല. അപ്പോൾ കുറച്ച് ഞങ്ങളുടെ കൂടെ വന്ന കുറച്ച് പേര് മാത്രം കുറച്ച് ദൂരം പോയി. മുഴുവൻ മല കയറിയില്ല, കുറച്ച് ദൂരം പോയി. പിന്നെ ഞങ്ങൾ സൈഡിൽ കുറച്ചൊക്കെ ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. അവിടെ ഒരു പീക്കോക്കിൻ്റെ സ്റ്റാച്ചു ഒക്കെ ഉണ്ട്, അവിടെയൊക്കെ ചിലവർ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇവിടെ ഞങ്ങൾ വന്ന് കുറച്ച് നേരം ഇരുന്നു. ഇവിടെ തോമസ് ലീഹയുടെ ഒരു സ്റ്റാച്ചു ഉണ്ട്. അതിൽ കുറച്ച് സ്റ്റെയർസ് കയറിയാലാണ് ഈ തോമസ് ലീഹയുടെ സ്റ്റാച്ചുവിലേക്ക് എത്തുക. അവിടെയും നല്ലൊരു വ്യൂ പോയിൻറ്റും കൂടി ഉണ്ട് കേട്ടോ. അവിടുത്തെ എടുത്ത വീഡിയോ ആണിത്. ഇത് നല്ല ഭംഗിയായിട്ടുണ്ട്. പോകാത്തവരുണ്ടെങ്കിലൊക്കെ ഒരു പ്രാവശ്യമൊക്കെ പോയാൽ മനസ്സിന് നല്ല സന്തോഷം ഉണ്ടാവും കേട്ടോ. ഇനി ഞങ്ങൾ നെക്സ്റ്റ് പോയത് കുരിശുമല ആശ്രമത്തിലേക്കാണ്. ഇവിടുത്തെ ആശ്രമത്തിൽ സൈലൻസാണ്, സംസാരിക്കാൻ പാടില്ല, ആരും ഇവിടെ സംസാരിക്കില്ല. അപ്പോൾ മിണ്ടാമഠം എന്നൊക്കെ പറയണ പോലെ ഉള്ളൊരു ആശ്രമമാണിത്. അച്ഛന്മാരുടെയാണ്, കാക്കി ഉടുപ്പിട്ട അച്ഛന്മാരാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് കേട്ടോ. ഇവിടെയും ഭയങ്കര ശാന്തതയാണ്, ഭയങ്കര സൈലൻസ് എന്ന് പറഞ്ഞാൽ ആരും സംസാരിക്കില്ലല്ലോ. അപ്പോൾ സൈലൻസ് എന്തുമാത്രം, കാറ്റിൻ്റെ ശബ്ദം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മൾ നടക്കുമ്പോൾ ഉള്ള ശബ്ദം മാത്രമേ അവിടെ വരണുള്ളൂ കേട്ടോ. അത്രയും സൈലൻസാണ്. പിന്നെ പോയാൽ ഇതേപോലെ ചെല്ലുന്നവർ എന്തെങ്കിലും സംസാരിച്ചാലുള്ളൂ. സൈലൻസ് എന്നുള്ളത് ബോർഡ് പല സ്ഥലത്തും ഉണ്ട്. എന്നാലും നമ്മൾ ടൂറിസ്റ്റുകൾ ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തെങ്കിലുമൊക്കെ സംസാരം വായെന്ന് വരുമല്ലോ. നമുക്കത് പ്രാക്ടീസ് ഇല്ലാത്തതാണല്ലോ, മിണ്ടാതിരിക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള സംസാരം മാത്രമേ ഉള്ളൂ കേട്ടോ. അത്രയും സൈലൻസാണ് ഇവിടെ. ഇവിടുത്തെ മറ്റു പ്രത്യേകത പറഞ്ഞാൽ ഭംഗിയുണ്ട്, നല്ല ഭംഗിയുള്ള സ്ഥലം തന്നെ. പക്ഷേ നിറച്ചും ചെടികളും പൂക്കളുമാണ് കേട്ടോ. റോസ്, സീലിയ ഇതൊക്കെ നിറച്ചും പൂവുണ്ടായി നിൽക്കുകയാണ്. റെഡും യെല്ലോയും ഒക്കെ സീലിയ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ കടലാസ് പൂ എന്ന് പറഞ്ഞ ബൊഗെയിൻ വില്ല,
ഇതെല്ലാം ഉണ്ട്. നല്ല ഭംഗിയുള്ള അറ്റ്മോസ്ഫിയർ തന്നെ. കുന്നും മലയൊക്കെ ഉണ്ടെങ്കിലും കുന്നാണ് ഇവിടെ കൂടുതലായിട്ട് കണ്ടത്. പക്ഷേ കൂടെ ചെടികളും അത് ഇവർ നട്ട് വളർത്തുന്നതാണ്. റോസൊക്കെ കട്ട പൂക്കളാണ്, നിറച്ച് തിങ്ങി നിൽക്കുകയാണ് റോസൊക്കെ. അതൊന്നും നമുക്ക് പറഞ്ഞാലും വീഡിയോയിൽ കണ്ടാലും ഒന്നും മനസ്സിലാവില്ല. അതൊക്കെ നേരിട്ട് പോയി തന്നെ കാണണം കേട്ടോ. നമുക്ക് ഈ ആശ്രമത്തിൻ്റെ ഉള്ളിലേക്ക് വണ്ടി കടത്തില്ല. കുറച്ച് ദൂരം വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ നടന്നാണ് പിന്നെ പോകുന്നത് കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഫാമുണ്ട്. ആ ഫാമിലെ പശുക്കളെ നമ്മളെ കാണിക്കില്ല. പക്ഷേ അവിടെ പാല് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ചെറിയൊരു ഫാക്ടറി ഉണ്ട് കേട്ടോ. പാൽ ഉൽപ്പന്നങ്ങളും നമ്മൾ ഇതിന് മുന്നേ പോയിട്ടുള്ളപ്പോഴും കണ്ടിട്ടുള്ളത് തന്നെയാണ്. ഇപ്പോഴും അത് പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ പാലിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു 2 മണിക്ക് ശേഷമേ പാല് അവിടെ സപ്ലൈ ഉള്ളെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ആശ്രമത്തിലും കയറി കുറച്ച് നേരം ആശ്രമത്തിൻ്റെ ഉള്ളിൽ കയറി കുറച്ച് നേരം ഒരു 3-4 മിനിറ്റ് നിന്നിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. ഇതേ ഇവിടെ കണ്ട മറ്റൊരു മരമാണ് കേട്ടോ, അത്തിപ്പഴം. ഇത് കാട്ട് അത്തിയാണെന്നാണ് പറയണത്. ഭക്ഷണം കഴിക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറി. ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയൊരു സന്തോഷം, എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കാൻ പറ്റിയിട്ടാ. ഞങ്ങൾ പോയ എല്ലാവർക്കും നമുക്ക് ഈ ഡൈനിങ്ങിൽ ഇരിക്കാൻ പറ്റി എന്നുള്ളത് വളരെ സന്തോഷകരമായിരുന്നു. നെക്സ്റ്റ് ഞങ്ങൾ പോയത് പൈൻ ഫോറസ്റ്റിലേക്കാണ്. ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഇഷ്ടം പോലെ സ്കൂൾ പിള്ളേരെ ചായച്ച് കൂട്ടി കൊണ്ടുവന്നുണ്ട്. ഇഷ്ടം പോലെ, ഒരു സെറ്റൊന്നുമല്ല. ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ നമുക്ക് അത്രയും അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ലെന്ന് തന്നെ പറയാം. ജസ്റ്റ് ഒന്ന് പോയി കയറി ഇങ്ങോട്ട് പോന്നു. അതും ഈ 10ാം ക്ലാസ് വരെയുള്ള പിള്ളേരാണ്. അപ്പോൾ നിറച്ചും കരകര സൗണ്ടും ബഹളവും ഒച്ചപ്പാടൊക്കെ ആയിരുന്നു. ഇവിടെ നമുക്ക് ഇരുന്നൊന്ന് സ്പെൻഡ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ലെന്ന് തന്നെ. സമയമല്ല, നമുക്ക് ഇരുന്ന് സ്പെൻഡ് ചെയ്യാൻ തോന്നില്ല, അത്രയും തിരക്കായിരുന്നു. ഇതിൻ്റെ 2 സൈഡിലും ഇങ്ങോട്ട് കയറുന്നതിൻ്റെ 2 സൈഡിലും നിറച്ചും കടകളാണ്. അവിടെയൊക്കെ ഇങ്ങനെ മുട്ടിയാണ് പോയത് കേട്ടോ. ഒട്ടും നടക്കാനുള്ള സ്പേസ് പോലും ഉണ്ടായിരുന്നില്ല, അത്രയും തിരക്കായിരുന്നു. പിന്നെ ഇവിടെ അട്ട ഉണ്ടാവും എന്നുള്ളൊരു പേടിയും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിന് മുന്നെപ്പോഴോ വന്നപ്പോൾ എന്നെ അട്ട ഇവിടെ നിന്ന് പിടിച്ചിട്ടുണ്ട്. ഓക്കെ, അതിന് ശേഷം ഞങ്ങൾ മൊട്ടക്കുന്നിലേക്കാണ് പോയത്. മൊട്ടക്കുന്നിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മൊട്ടക്കുന്നിൽ കയറാൻ എൻട്രി ഫീസ് വെച്ചിരിക്കണം. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഞങ്ങളിതിന് മുന്നേ പോയപ്പോൾ ഒക്കെ എൻട്രി ഫീസ് ഇല്ലായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അല്ലെങ്കിൽ അത് ഈ സ്ഥലമായിരിക്കില്ല. മൊട്ടക്കുന്ന് നമുക്ക് ഫ്രീ ആയിട്ട് കയറി കാണാൻ പറ്റുമായിരുന്നു. എൻട്രി ഫീസ് എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയ തുകയൊന്നും ഇല്ല കേട്ടോ, വളരെ നിസ്സാര എമൗണ്ടേ ഉള്ളൂ. പക്ഷേ നമ്മളത് നേരത്തെ അങ്ങനെ ഇല്ലാണ്ട് വന്നിട്ട് പെട്ടെന്ന് നമ്മളിത് എൻട്രി ഫീസ് കാണുമ്പോഴത്തേക്കും ഒരു ബുദ്ധിമുട്ട്. ഇത് എനിക്ക് തോന്നണേ ഇതല്ലാണ്ട് എൻട്രി ഫീസ് ഇല്ലാണ്ട് കാണാൻ പറ്റുന്ന, നമ്മൾ പോകുന്ന വഴിയിൽ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ടെന്ന് തോന്നണു കേട്ടോ. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ പോണ വഴിയിൽ തന്നെ നമുക്ക് മൊട്ടക്കുന്ന് കയറി കാണാം. എത്ര പ്രാവശ്യം വന്നാലും മതി വരാത്ത സ്ഥലങ്ങൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് അതിലൊരു സ്ഥലമാണ് കേട്ടോ ഈ മൊട്ടക്കുന്ന്. പക്ഷെ അവിടെ അധികം നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തത് ഒരു സങ്കടമുള്ള കാര്യമാണ്. പിന്നെ ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ ലാസ്റ്റ് സ്പോട്ട്. ഇതിന് ശേഷം ഞങ്ങൾ വണ്ടിയിൽ ഞങ്ങൾ ടെമ്പോ ട്രാവലറിലാണ് വന്നത്. അതിൽ തിരിച്ചു പോന്നു കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം, അതായത് 2023 പോയത്, കൊമേഴ്സ് ട്രിപ്പ് പോയത് മാമലക്കണ്ടത്താണ്. അതിൽ പോയിട്ടുള്ള കുറച്ച് പേർക്കൊന്നും ഈ പ്രാവശ്യം വരാൻ പറ്റിയിട്ടില്ല കേട്ടോ. ചിലർ പ്രഗ്നൻ്റ് ആയിട്ടുള്ള 2 സ്റ്റാഫുണ്ട്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും വരാൻ പറ്റാത്തവരും ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊരു സങ്കടമാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ഈ വർഷത്തെ കൊമേഴ്സ് ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ. മറ്റ് വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.